ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു ഡിന്നർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വിവാൻകുട്ടി ഏട്ടനും കൂടെ കരോട്ടെ ക്ലാസ്സിന് പോകാനുള്ള ഗുസ്തിയാണ് ഈ നടക്കുന്നത്. അപ്പം നമുക്ക് പോയി രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാം. ഇന്നൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം ഒരു റെസിപ്പി കണ്ടത്. അപ്പോൾ പനീർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ കുറച്ച് കാഷ്യൂ നട്ടിനെ എടുത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിടാം. അതവിടെ കിടന്ന് കുതിരട്ടെ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ വീറ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇങ്ങനെ അടിച്ചൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഒരു ഒരു 1½ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് അത് കുഴച്ചെടുക്കുന്നത്. ഒരു വാം വാട്ടറിലെന്ന് പറയാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കാരണം നമുക്ക് മറ്റേ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേനും ഇതൊന്ന് സെറ്റായിട്ടിരിക്കും. കുറച്ച് എണ്ണയും കൂടെ മുകളിലൊന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്കിനി കറിക്കുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പം പെരുംജീരകം വേണം, ജീരകം, പിന്നെ പെപ്പർ, നമ്മുടെ മല്ലി, മുളക്, വറ്റൽമുളക്, പട്ട, ഏലക്ക, ഇതെല്ലാം കൂടെ ഒന്ന് പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇതെല്ലാം കൂടെ ഇങ്ങനെ പാനിൽ വറക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ച് വെക്കാം. ഇനിയിപ്പം നമുക്ക് വേണ്ടത് മെയിനാണ് പനീറാണ്. അപ്പം പനീർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി ഹാർഡായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മൾ സാധാരണ പനീർ ഗ്രേവി വെക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു 3-4 പനീർ ഈ ഒരു ക്യൂബ് ഉണ്ടല്ലോ അതിനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നമ്മുടെ ഇതുണ്ടല്ലോ കാഷ്യൂ നട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. ബാക്കിയിരിക്കുന്ന പനീറിനെ നമുക്കിതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരപ്പിനെ റെഡിയാക്കി കൊണ്ടുവരാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഇത് കിട്ടും, കണ്ടില്ലേ? പനീറും നമ്മുടെ കാഷ്യൂ നട്ടും മാത്രം അരച്ചതാണ്. അപ്പോൾ നമ്മുടെ പനീർ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ആ ഒരു ഹാർഡ്നെസ് മാറി സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത പനീറിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, പിന്നെ ബേ ലീഫ്, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഒന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകും. എന്നിട്ട് നമ്മൾ നേരത്തെ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ പനീറും കാഷ്യൂ നട്ടും കൂടെയുള്ള ആ ഒരു അരപ്പ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് അത് പതുക്കെ ഒന്ന് ആ എണ്ണയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് വേണം. ഒരു 1/2 കപ്പ് തൈര്. അത് കുറേശ്ശെ വേണം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. നല്ല സിമ്മിലിട്ടിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നല്ല കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കണം. റെസിപ്പി ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്കൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. വല്ലപ്പോഴും ഒക്കെ ഒരു വ്യത്യസ്തമായ രുചിയിൽ കഴിക്കണമെന്ന് തോന്നുമ്പം ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ പനീറിനെ എടുത്ത് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പനീർ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ ആ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ഇതുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇവിടെ വേറൊരു പാനിൽ ക്യാപ്സിക്കം 2 കളറും പിന്നെ ഒരു ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ പൊടി നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ പൊടിയായിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും കൂടെ, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പനീർ കറി കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഇനി നമുക്ക് അവസാനം നമുക്കിനി ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം. സാധാരണ എത്ര കനം കുറച്ച് നമുക്ക് പരത്താൻ പറ്റുമോ അത്ര കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു പിസ്സ കട്ടർ എടുത്തേക്കുന്നത്, അതുകൊണ്ട് നല്ല ഇതുപോലെ വരഞ്ഞ് എടുക്കാം. പിസ്സ കട്ടർ വേണമെന്നൊന്നുമില്ല, സാധാരണ കത്തി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വരച്ചിങ്ങനെ എടുക്കാമേ. എന്നിട്ട് നമുക്കിനി ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോവും, അതിലിങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കുക. അതൊന്നും കരിമ്പ് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഇതിനിപ്പോൾ വലിയ ഷേപ്പും ഇതൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ചെയ്യും അതുപോലെ ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി തൂകിയതിന് ശേഷം ഞാൻ സാധാരണ നമ്മൾ ചപ്പാത്തി റോളർ കൊണ്ട് തന്നെ റോൾ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ എടുത്തിട്ട് അത് വെച്ച് കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഞാൻ പിന്നെ എളുപ്പ വഴിക്ക് ചപ്പാത്തി റോളർ കൊണ്ട് തന്നെ റോൾ ചെയ്തെടുത്ത് ഇത് നമുക്ക് പാൻ ചൂടായതിന് ശേഷം
ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് പൊറോട്ട പോലെ നമുക്കിതങ്ങ് ചുട്ടെടുക്കാം. കുറച്ച് എന്തായാലും ഈ പൊറോട്ട എന്ന് പറയുമ്പോൾ അറിയാലോ കുറച്ച് എണ്ണ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടൊരു കറിയാണ് കേട്ടോ. എല്ലാ ദിവസവും ദോശയും അതുപോലെ തന്നെ ഒരേ കറിയൊക്കെ ആകുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അപ്പം നമ്മുടെ അവസാനം ഞാൻ കണ്ടോ നമ്മുടെ പൊറോട്ട പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. നന്നായിരുന്നു. എന്താ പറയുക നല്ല വേറെ ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റാണ്. ഇനി നമ്മുടെ ഗ്രേവിയും ഈ പൊറോട്ടയും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സോഫ്റ്റ് പൊറോട്ടയാണ് കണ്ടില്ലേ. വീറ്റ് പൊറോട്ട എന്ന് അങ്ങനെ പറയില്ല. സാധാരണ പൊറോട്ട കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ടയുടെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പൊറോട്ടയ്ക്ക് നമുക്ക് ചിക്കൻ ഗ്രേവിയും കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് ടേസ്റ്റ്.